ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളെ മൂന്നാർ ഡയറീസ് കണ്ടിന്യൂഷൻ ആട്ടോ. അത് പാർട്ട് 3. രാവിലെ 8 മണിക്കൊരു മസാല ദോശ കഴിച്ചൊരു ബലത്തിൽ ഇരവികുളത്തോട്ട് കയറി ചെന്നതാണ്. അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ വിചാരിച്ചേ, പക്ഷേ ഇറങ്ങി വരുമ്പോഴത്തേക്കും വൈകുന്നേരം 4 മണിയൊക്കെ ആയിക്കണം ഹോട്ടലിലെത്തുമ്പോഴത്തേക്ക്. ഹോട്ടലിലാണെങ്കിലോ ഇവർ പഴയ ബിരിയാണി, ഉച്ചക്ക് വെച്ച ബിരിയാണി നൈസായിട്ട് നമുക്ക് തരാൻ നോക്കി. നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തിട്ട് 2-3 പ്രാവശ്യം റിജക്റ്റ് ചെയ്ത്, അത് ഇപ്പോൾ കഴിയില്ല, ഇപ്പം ലേറ്റ് ആവും, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പോൾ നൈസായിട്ട് അവർ പഴയത് തട്ടാൻ നോക്കിയത് മനസ്സിലായപ്പോൾ ഇറങ്ങി ഓപ്പോസിറ്റ് പേര് ഹോട്ടലിൽ പോയിട്ട് നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചിട്ടോ. ചൈനീസ് ഫുഡാണ് ഓർഡർ ചെയ്തത്. അതിൽ ഷെസ്വാൻ ഐറ്റംസ് ഇല്ലേ, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, അത് പോരാ. നോർമൽ വൺ ഓക്കെ, പക്ഷേ ഫുഡ് റേറ്റ് അധികമായിരുന്നേ. തിരിച്ച് റൂമിലോട്ട് പോണ വഴിക്ക് ഒരു പാർക്ക് കണ്ടപ്പോൾ അവിടെ ഇറങ്ങി. വെറുതെ റൂമിൽ പോയി വെറുതെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ മക്കൾക്കാണെങ്കിൽ ടൈം നല്ല പാസ്സാക്കുകയും ചെയ്യാം, വെറുതെ റൂമിലിരുന്ന് ബോറടിക്കേണ്ട. അവിടെ പോയപ്പോൾ പാർക്കിൽ കയറാനും അത്യാവശ്യം നല്ല ഫീസൊക്കെ ഉണ്ട്. പിന്നെ ടൂറിസ്റ്റ് പ്ലേസാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കയറിയ അവിടെ മക്കൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സിപ്പ് ലൈൻ ഒക്കെ ഉണ്ട് കേട്ടോ. അതിൽ കയറാൻ നമുക്ക് പേടിയായതുകൊണ്ടും നമുക്ക് കണ്ടാസ്വദിക്കാമല്ലോ, അത്രേ ഉള്ളൂ. പിന്നെ മക്കൾ ഓരോരോ ആക്ടിവിറ്റീസിൽ കയറി കളിച്ചു. അവരുടെ ഹാപ്പിനെസ്സും നമ്മുടെ ഹാപ്പിനെസ്സും ഒക്കെ ഒന്ന് തന്നെയല്ലേ. പിന്നെ എന്താണ്, നല്ല ഒരു ലൊക്കേഷനിലാണ് പാർക്ക്. മലനിരകൾ, തൊട്ടടുത്ത് കനാല് പോലെ എന്തോ ഉണ്ട് കേട്ടോ. അത് പിന്നെ നല്ല നല്ല പൂക്കൾ, ക്ലൈമറ്റ്, പിന്നെ രാത്രിയോടെ അടുക്കല്ലേ, അപ്പോൾ തണുപ്പ് ലേശം കൂടിക്കൂടി വരുന്നുണ്ടേ. പിന്നെ അവിടെ ആയിട്ട് പ്രതിമകളും കാര്യങ്ങളും, പിന്നെ ലൈറ്റ് കൊണ്ട് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മരത്തിന് ചുറ്റും. അങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് നല്ല ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഫോട്ടോസ് ഞാൻ കുറവാണ് എടുത്തത്. ഫോട്ടോ എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് കാഴ്ചകൾ ആസ്വദിക്കാനാണ് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നിയത്, സാധാരണ അങ്ങനെ തോന്നാറില്ല. അത് മെയിൻ പോയിന്റ്. ഒരുപാട് പൂക്കളൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. തണുപ്പ് കാലത്ത് തണുപ്പുള്ള സ്ഥലത്തുള്ള റോസാപ്പൂക്കൾക്ക് എന്താ നല്ല പ്രത്യേക ഭംഗി അല്ലേ. മോനും നല്ല ഇഷ്ടപ്പെട്ട ഒരു ഊഞ്ഞാൽ കിട്ടിയപ്പോൾ പിന്നെ ഓനവിടെ സെറ്റായി. പിന്നെ ഞങ്ങളും പിന്നെ അവിടെ കൂടുതൽ നടക്കാൻ നിന്നില്ല. ഇരവികുളത്ത് കയറിയ ക്ഷീണം തന്നെ ഉണ്ടേ ബാക്കി. അപ്പോൾ ശരി കേട്ടോ, ബൈ.